ഇവൻ പെട്ടെന്ന് എവിടേക്കാ പോയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവനും പെട്ടെന്ന് ഇവളെ കണ്ട് ഇമോഷണലായി എന്റെ ബൊംബോമെന്ന് പറഞ്ഞ് അവളെ പിടിച്ച് ഹഗ് ചെയ്യും. അപ്പോഴാണ് അവളും ടച്ചായിട്ട് ഇതെന്റെ അമ്മ എന്നെ വിളിക്കുന്ന പേരില്ലെന്ന് പറഞ്ഞ് അവളും കരയും. അതേസമയം ഇവരിങ്ങനെ ഹഗ് ചെയ്തോണ്ടിരിക്കുന്ന അവിടെ നിന്ന് ടേയങ്ങ് കണ്ടോണ്ടിരിക്കും. അതുകൊണ്ട് അവൻ ദേഷ്യത്തി ഓടിച്ചെന്ന് ഇവനെ തള്ളിവിട്ടിട്ട് ചുമ്മാ വെള്ളം അടിച്ചിട്ട് ഓരോന്ന് ചെയ്തു വിട്ടാതെ ബോധത്തിലേക്ക് ഓടാൻ പറഞ്ഞ് അവനോട് ചൂടായിട്ട് ഇവളെന്തിനാ അവനെ ഹഗ് ചെയ്തപ്പോ തള്ളിവിടത്താൻ ചോദിക്കും. കാരണം ഇവൻ അവളെ സ്നേഹിക്കുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇത് നീ സമ്മതിക്കുന്ന പോലെ ആയി പോകുന്ന പറഞ്ഞ് ടേയങ് ഇപ്പൊ അവളെ വാൺ ചെയ്യുമ്പോഴാണ് അവളാണ് അവനിപ്പോ ബോധമില്ലെന്നറിയും. അതിനുശേഷം ടേയങ്ങും അവനെ ദേഷ്യത്ത് റൂമിലാക്കിയിട്ട് നീ ചുമ്മാ മയക്കത്തിരിക്കുന്ന പോലെ നാടകം കളിക്കാറാന്ന് പറഞ്ഞ് സാഗിയെ വിളിച്ച് ഉണർത്താൻ നോക്കും. പക്ഷെ അവനാണ് മൈൻഡ് പോലും ചെയ്യത്തില്ല. അതേസമയം ഇവിടെ കിംബമും സാഗിയെ പെട്ടെന്ന് ബൊംബമെന്ന് വിളിച്ചുകൊണ്ട് അവളുടെ അമ്മയെ ഓർത്തിട്ട് അവൾ ഇമോഷണൽ ആയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ടേയങ്ങ് കണ്ണുറന്ന് നോക്കുമ്പോഴാണ് അവിടാണ് സാഗി കാണത്തില്ല. അതുകൊണ്ട് അവനും പേടിച്ച് പുറത്തേക്ക് വരുമ്പം അവിടെ അവനാണ് അവിടുന്ന് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് മര്യാദയ്ക്ക് കൂർക്കം വലിക്കാതെ കിടന്ന് ഉറങ്ങിക്കോണെന്ന് പറഞ്ഞ് ടേയങ്ങിനെ വാൻ ചെയ്യും. അപ്പോഴാണ് ഇത് കേട്ട് അവനാണ് ദേഷ്യത്തി എടാ നാണമില്ലാത്തവനെ വെള്ളം ഒഴിച്ചിട്ട് നിന്റെ സ്മെല്ല് എനിക്ക് സഹിക്കാൻ വയ്യ എന്നിന് ഇവന്മാര് സംസാരിച്ചിട്ട് കറക്റ്റ് സമയത്തിന് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ് ടേയങ്ങും ചിലവന്മാര് വെള്ളം അടിച്ച് ഫിറ്റായ അടുത്തുള്ളവരൊക്കെ ഹഗ് ചെയ്ത് അനാശം കാണിക്കുന്ന പറയുമ്പം സാഗിയാണെന്ന് ഓർമ്മയില്ലാതെ അവൻ നേരെ വന്ന് ബെഡിൽ കിടക്കത്തേ ഉള്ളെന്ന് പറയും. അതുകൊണ്ട് ടേയങ്ങും ദേഷ്യത്തി അവനൊരു നോട്ടം നോക്കിക്കൊണ്ടിരിക്കും. അതിനെ ശാന്തി വന്ന് അവിടേക്ക് ഇരിക്കുമ്പം സാഗിയും ഇന്നത്തെ ഫുഡ് പോരെന്നറിഞ്ഞ് അവൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവരും അവിടുത്തെ ബോർഡ് കാണിച്ചിട്ട് മോൻ ഇതിന് എക്സ്ട്രാ പൈസ അടച്ച ഞാൻ എല്ലാം ചെയ്തുതരാന്ന് പറഞ്ഞ് അവനെ അങ്ങ് മിണ്ടാതാക്കും. അങ്ങനെ അതിനുശേഷം ഫുഡ് കഴിച്ചിട്ട് സാഗിയാണ് ഇന്നത്തെ സൂപ്പ് ഉണ്ടാക്കിയത് കിംബോമ എന്നറിഞ്ഞ് അവനിവരാരും അറിയാതെ അടുക്കളയിൽ ചെന്ന് പതുങ്ങി കുടിക്കുമ്പോഴാണ് അവിടേക്ക് വന്ന ടീയങ്ങാണ് അപ്പൊ നിനക്കെല്ലാം ഓർമ്മയുണ്ടോ മോനെ എന്നറിഞ്ഞ് ഇന്നലെ നടന്ന സംഭവത്തിനോട് ചോദിക്കും. അപ്പോഴാണ് സാഗി അവനെ വിളിച്ചോണ്ട് പോയിട്ട് അവനത് ബോധമില്ലാതെ അവൾ ഹഗ് ചെയ്തെന്ന് പറയുമ്പം എങ്കിൽ പിന്നെ ബോധമില്ലെങ്കിൽ നീ അതൊക്കെ ചെയ്തോടെന്ന് പറഞ്ഞ് അവളെ ചുമ്മാ കളിപ്പാവായിട്ട് യൂസ് ചെയ്യാതെ പോകാൻ പറയും. അപ്പോഴാണ് സാഗിയും ചിലപ്പോ ഞാൻ സീരിയസ് ആണെങ്കിലോ നീ അവൾ ആദ്യം ഇഷ്ടപ്പെട്ടെന്നറിഞ്ഞ് ഞാൻ പിന്മാറണമെന്നുണ്ടോ ആദ്യം വന്നവർക്കല്ലോ അവൾക്കാരാണ് ഇഷ്ടം അവർ തമ്മിലെ ചേരണ്ട കേട്ടോ ബ്രോ എനിക്കിപ്പോ സമയമില്ല ഞാൻ പോവാ എന്നിട്ട് അവൻ അവിടെ നിന്ന് പോവും. എന്നിട്ട് അവിടെ നിന്ന് നേരെ സാഗിയ ആ ജോയുടെ ജോലിക്കാരനെ കാണാൻ പോയിട്ട് ഇവനാണ് എന്തിനാ ഇവരെപ്പോഴും ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവന്റെ ഹേറ്റേഴ്സ് ഒക്കെ ഇവനെ ശല്യപ്പെടുത്തുമെന്ന് പേടിച്ചിട്ട് അവൻ പ്രൊട്ടക്ഷൻ വരുമെന്ന് പറയുമ്പം സാഗി അതൊക്കെ വെറും കള്ളാന്ന് മനസ്സിലാക്കിയിട്ട് അവനും പറയും ഇവൻ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇവനെ അല്ല കിംബോമനെയാണെന്ന്. അങ്ങനെ അവളെ ഫോളോ ചെയ്യാൻ വല്ല ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് മിസ്റ്റർ ജോ ഇവനെ ഫോളോ ചെയ്യാൻ പറഞ്ഞെന്ന് ഇപ്പൊ ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുമ്പം അവനാണ് സാഗിയെ വാൺ ചെയ്യും ഇവൻ ഒരിക്കലും ആ കിംബോമിന്റെ കൂടെ ഒന്നേരില്ലെന്ന്. അതുകൊണ്ട് അവളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാല് പിന്നെ കിംബോമിന് സേഫ് ഉള്ളെന്ന് പറഞ്ഞ് ഇവൻ കാരണം അവൾക്കൊരു പ്രശ്നം വരണ്ട അവനെ തന്നെ പിന്മാറാൻ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇതുകിട്ട് സാഗിയാണ് ദേഷ്യത്തി അപ്പൊ തന്നെ മിസ്റ്റർ ജോയ്ക്ക് മെസ്സേജ് അയച്ച് കിംബോമിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കിയാ ഞാൻ നിങ്ങളെ വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞ് അവന് മെസ്സേജ് ഇട്ട് പേടിപ്പിച്ചേക്കും. അങ്ങനെ അതിനുശേഷം അവന് കോളേജിലേക്ക് ചെല്ലുമ്പോഴാണ് അവന്റെ ക്ലാസ് ഒക്കെ മിസ് ചെയ്ത് അവൻ കിംബോമിന്റെ ക്ലാസ്സിൽ ചെന്നിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് പ്രൊഫസറാണ് ഇവൻ ഏതാ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ് അവനെ വിളിക്കുമ്പം അവനും പെട്ടെന്ന് കിംബോമിന്റെ അടുത്തേക്ക് വന്നിട്ട് ഈ പ്രൊഫസർ പഠിപ്പിക്കുന്ന ക്ലാസ് അടിപൊളിയാന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കിംബോം പറഞ്ഞോണ്ടാ ഞാൻ ഇന്ന് ഇവിടേക്ക് വന്നേന്ന് അവൻ ആ പ്രൊഫസറിനെ പറഞ്ഞ് വീഴ്ത്തുമ്പം അവരും മൊത്തത്തിൽ സന്തോഷത്തിലാവും. അങ്ങനെ അതിനുശേഷം കിംബോമാണ് ഞാൻ എപ്പോഴാടാ പറഞ്ഞെന്ന് പറഞ്ഞ് അവള് ഷോക്കിരിക്കുമ്പം അവസാനം ക്ലാസ് തീരുന്നവരെ സാഗിയെ കിടന്നുറങ്ങത്തേ ഉള്ളു. അപ്പോഴാണ് ഇത് കണ്ട് അവൾക്കും ചിരി വരുന്നത്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഇവരും പുറത്തേക്ക് ചെല്ലുമ്പം സാഗി അവളുടെ പുറകെ തന്നെ വന്നോണ്ടിരിക്കും. അതുകൊണ്ട് അവളാണ് കുറച്ച് നാണിച്ചിട്ട് എന്തിനാ ഇവളുടെ പുറകെ വരുന്നെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവനൊരു ഫോൺ കോൾ വരും. അപ്പോഴാണ് അവനും ഞാൻ ഇത്രയ്ക്ക് ബിസി ആയിട്ട് നിന്റെ പുറകെ വരുവാണ് അതിന്റെ നല്ല മനസ്സാ മോളെന്ന് പറഞ്ഞ് ആ ഫോണിൽ സംസാരിക്കുമ്പം ആ സമയം നോക്കി ഇവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആകും. അങ്ങനെ അതിനുശേഷം ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഇവൾ എവിടെ പോയെന്നറിയാതെ അവൻ അവിടെ നിന്ന് പോവും. അതിനുശേഷം ഇവളും കുറച്ച് ഷൈ ആയിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് മുകളിൽ നിന്ന് കുറെ ഇല ഇവളുടെ അടുത്തേക്ക് ഇങ്ങനെ വീഴും. അങ്ങനെ അതുകൊണ്ട് അവൾ സന്തോഷത്തിരിക്കുമ്പം മുകളിലത്തെ ക്ലാസ്സിൽ നിന്ന് ഇതൊക്കെ ചെയ്ത ടേയങ്ങായിരിക്കും. അതുകൊണ്ട് ഇവൾ സന്തോഷിക്കുന്നുണ്ട് അവന് സന്തോഷപ്പെടും. പക്ഷെ അവന്റെ അച്ഛൻ ഇവിടെ സന്തോഷത്തിലല്ല. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇയാളുടെ ഫോൺ കോൾ പോലും എടുക്കുന്നില്ല. കൂടാതെ ക്ലാസ്സിനും പോകത്തുണ്ട് ഇവൻ എന്തുവാ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അങ്ങേര് കട്ടക്കരിപ്പിലുള്ള. അപ്പോഴാണ് മിസ്റ്റർ ജോ അവിടേക്ക് വരുന്നത്. അങ്ങനെ ഇവ രണ്ടുപേരും കട്ട ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് ടേയങ്ങിന്റെ അച്ഛനും എന്തോ പ്രശ്നം എന്ന് പറഞ്ഞപ്പോ ചോദിച്ചു മനസ്സിലാക്കാൻ നോക്കുമ്പം ജോയാണ് നമുക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞ് 6 വർഷം മുമ്പ് നടന്ന കാർ ആക്സിഡന്റ് നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ ചോദിക്കും. കാരണം 6 വർഷം മുമ്പ് മിസ്റ്റർ ജോ ഉറക്കത്തി ഓപ്പോസിറ്റ് വരുന്ന കാറിന് ഇടിച്ചിട്ടാണ്. അങ്ങനെ ആ വണ്ടി ഓടിച്ച ഒരു ലേഡി ആയിരിക്കും. അത് വേറെ ആരുമല്ല കിംബോംബിന്റെ അമ്മയാണ്. അങ്ങനെ അവര് വേദനയോടെ മിസ്റ്റർ ജോയെ നോക്കി സഹായിക്കാൻ പറയുമ്പം അങ്ങേരാണ് പേടിച്ചിട്ട് പിന്മാറും. അപ്പോഴാണ് മിസ്റ്റർ ജോയുടെ കാറിൽ തന്നെ ടേയങ്ങിന്റെ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങരുന്നത്. അങ്ങനെ അങ്ങേരെ ഒരു ഡോക്ടർ ആണെങ്കിലും കിംബോംബിന്റെ അമ്മയെ രക്ഷിക്കാൻ നോക്കാതെ ഇവൾ എന്തായാലും മരിക്കുമെന്നറിഞ്ഞ് അവർ ആശുപത്രി കൊണ്ടുപോകാൻ തീരുമാനിക്കാതെ ഇവിടെ തന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകും. അങ്ങനെ ഇതാണ് 6 വർഷം മുമ്പ് നടന്ന ഒരു ആക്സിഡന്റ്. പക്ഷെ ഇതെങ്ങനെ സാഗി അറിഞ്ഞെന്ന് ഇവർക്കൊരു പിടിയില്ല. അതുകൊണ്ട് മിസ്റ്റർ ജോയും പേടിച്ചിട്ട് ഈ കാര്യമൊക്കെ അവന്റെ അച്ഛനോട് ഷെയർ ചെയ്തോണ്ടിരിക്കും. ഇത് കേട്ട് ടേയങ്ങിന്റെ അച്ഛനെ ദേഷ്യത്തി ആ സമയത്ത് അവിടെ
ആരും ഇല്ലായിരുന്നു, പിന്നെങ്ങനെ അവൻ കാണുന്നറിഞ്ഞ് ഇങ്ങേര് കുറെ ചോദ്യം ചെയ്യും. അങ്ങനെ അതേ സംശയം തന്നെയാ ഈ ജോയ്ക്കുള്ള. കൂടാതെ അവൻ താമസിക്കുന്ന അന്ന് നമ്മൾ കാറിടിച്ച് കൊന്ന ആ ലേഡിയുടെ മകളുടെ വീട്ടിലാന്ന് പറയുമ്പം ഇതിവിടെ ടെയ്യാങ്ങിന്റെ അച്ഛനും അവൾക്കൊരു മകളുണ്ടായിരുന്നെന്ന് അറിഞ്ഞിട്ട് ഇങ്ങേര് ഇപ്പോഴാണ് ആ കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ അതിന്റെ കൂടെ തന്നെ ജോയും ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ടെയ്യങ് അവളുടെ കൂടെ താമസിക്കുന്നെന്ന് പറയുമ്പം അവസാനം എല്ലാം കൂടെ അറിയാമെന്ന ടെയ്യാങ്ങിന്റെ അച്ഛനും അതിനർത്ഥം നമ്മളിന്ന് കാറിടിച്ച് കൊന്ന കിംബോംബിന്റെ അമ്മയാണെന്ന് അറിഞ്ഞ് ഇങ്ങേര് മൊത്തം ഷോക്കായി പോകും. കാരണം ഇവളുടെ അമ്മയാ കാറിടിച്ച് കൊന്നേന്ന് ടെയ്യങ്ങിന്റെ അച്ഛൻ അറിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോ ടെയ്യങ് അവളുടെ അടുത്ത് അടുക്കുവാണ് ഈ സത്യം ടെയ്യങ് അറിയുന്നറിഞ്ഞ് അവന്റെ അച്ഛൻ മൊത്തത്തിൽ പേടിച്ചിറക്കും. അതേസമയം ഇവിടെ സാഗയാണ് നമ്മുടെ കോളേജിൽ നടക്കാൻ പോകുന്ന ഫെസ്റ്റിവലി ആദ്യം നമ്മുടെ പെർഫോമൻസിനെ ചാൻസ് എന്ന് പറഞ്ഞ് അവൻ എല്ലാവരോടും വിളിച്ചു പറയുമ്പം അവെല്ലാം ഭയങ്കര സന്തോഷത്തിലാകും. അങ്ങനെ അതുകൊണ്ട് സാഗിയും മെയിൻ ഗിത്താറായിട്ട് ഞാൻ അടിച്ചു പൊളിക്കുമെന്ന് അവൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേക്കുന്ന ടെയ്യങ്ങാണ് മെയിൻ ഗിത്താറോ, എക്സ്ക്യൂസ് മീ, ഇവിടെ മെയിൻ ഗിത്താർ വായിക്കാൻ ഞാനുണ്ട്, നീ വേറെ വല്ല ഇൻസ്ട്രുമെന്റ് എടുത്തോ എന്നിന് അവനും പറയുമ്പം രണ്ടുപേരും തമ്മിൽ വഴക്കാകും. അപ്പോഴാണ് സാഗിയും ഈ ടീമിന്റെ ലീഡർ അവനാന്ന് പറഞ്ഞ് അവൻ പറയുന്ന മാത്രം കേട്ടാന്ന് പറയുമ്പം ടെയ്യങ്ങാണ് എല്ലാവരോടും അതിനാരാ ഇവനെ ലീഡറായിട്ട് ചൂസ് ചെയ്തും ചോദിക്കും. അങ്ങനെ അതും പറഞ്ഞ് തർക്കമാകുമ്പോഴാണ് അവസാനം സാഗയും ടെയ്യങ്ങും കൂടെ മൊത്തത്തിൽ അടിയാകും. അങ്ങനെ അതോടെ എല്ലാരും കൂടെ പിടിച്ചു മാറ്റാൻ നോക്കുമ്പോഴാണ് അവസാനം ഇവരെ തടയാൻ പറ്റാത്തോണ്ട് കിംബം അവിടെ നിലവിളിച്ചോണ്ട് മര്യാദയ്ക്ക് ഇവരെ വഴക്ക് നിർത്താൻ വേണ്ടി പറയും. അപ്പോഴാണ് ആ ഗ്യാപ്പിലും ടെയ്യങ് സാഗി അടിച്ച് പൊട്ടിക്കുന്നത്. അങ്ങനെ ഇവന്മാർ തമ്മിലുള്ള വഴക്ക് ഇവിടെ നിൽക്കാതെ വീട്ടിൽ വന്നതിന് ശേഷം ഞാനാടാ ടീമിന്റെ ലീഡർ എന്ന് പറഞ്ഞ് പരസ്പരം തർക്കം ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവിടെ സമാനത്തിരിക്കാൻ പറ്റാത്ത കിംബമും ഇവന്മാരെ പറഞ്ഞ് എങ്ങനെയല്ലേ കോക്കയാക്കണം എന്ന് പറഞ്ഞ് ഇവളെ എല്ലാരെയും വിളിച്ചോണ്ട് ട്രിപ്പിന് പോകാൻ തീരുമാനിക്കും. അങ്ങനെ അതുകൊണ്ട് അടുത്ത ദിവസം ഇവളും ഗ്രൂപ്പ് മെസ്സേജ് അയച്ച് എല്ലാരെയും വിളിക്കുമ്പം ഈ ട്രിപ്പിന്റെ മെയിൻ ഉദ്ദേശം സാഗിയും ടെയ്യും കൂടെ വഴക്കുണ്ടാക്കാതെ ഒന്നേരാൻ വേണ്ടിയാ. അങ്ങനെ അതിനുവേണ്ടി സാഗിയും അവൻ ജീനയെ വിളിച്ച് ഒരു കാറ് റെഡിയാക്കുമ്പം ഇത് കണ്ട് ഇവെല്ലാം ഷോക്കായിട്ട് എന്റെ അമ്മ ഇത് സെലിബ്രിറ്റീസ് പോകുന്ന കാറല്ലേ, എങ്കിൽ പിന്നെ നമ്മൾ ഇതിലാണ് ട്രാവൽ ചെയ്യാൻ പോന്നെ എന്നിന് അവരൊക്കെ ചോദിക്കുമ്പം ജീനയാണ് സാഗിയെ സഹായിക്കാൻ വേണ്ടി അവൾ ഈ കാർ മാത്രം ഏർപ്പാടാക്കി തരും. അങ്ങനെ ഇതിനെ കുറിച്ച് സാഗിയും മിസ്റ്റർ ജോ അറിയേണ്ടെന്ന് പറയുമ്പം അവളാണ് ഇതൊന്നും ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞ് ഇവനെ കാർ എടുത്തോണ്ട് പോകാൻ പറയും. അപ്പോഴാണ് അവരെല്ലാരും കൂടെ എങ്കിൽ പിന്നെ ജീനയും കൂടെ വാന്ന് പറഞ്ഞ് അവളെ വിളിക്കുമ്പം അവളും വരുന്നില്ലെന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ ഇവരെല്ലാരും കൂടെ അവളെ ഫോഴ്സ് ചെയ്ത് വിളിച്ചോണ്ട് പോകും. അങ്ങനെ അതിനെ ശിവര് ട്രിപ്പിന് പോകുമ്പോഴാണ് ഇവിടെ വണ്ടി പോകുന്ന വഴിക്ക് തന്നെ ടെയ്യങ് സമാനത്തിൽ കോഫി കുടിക്കുന്ന സമയം നോക്കി സാഗിയാണെ സഡൻ ബ്രേക്ക് കുടിക്കും. അങ്ങനെ അതുകൊണ്ട് കോഫി മൊത്തം ഡ്രസ്സായ ഉടനെ അവനും ദേഷ്യത്തി മര്യാദയ്ക്ക് വണ്ടി നോക്കി ഓടിക്കാൻ പറയും. അപ്പോഴാണ് സാഗിയും ഞാൻ വണ്ടി വന്നത് കണ്ടില്ല ബ്രോ എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് ടെയ്യങ്ങിനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പം ഇതേ സമയം കിംബം കോഫി കുടിക്കുന്ന സമയം നോക്കി ഇവ വണ്ടി മൊത്തത്തിൽ അങ്ങ് സ്ലോ ചെയ്യും. അങ്ങനെ ഇതൊക്കെ അടുത്തിരിക്കുന്ന ജീനെ കണ്ട് മനസ്സിലാക്കും ഇവ മനപ്പൂർവ്വം ഇതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോഴാണ് ഡ്രസ്സ് അഴുക്കായതുകൊണ്ട് അവന് റെസ്റ്റ് റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ടെയ്യങ് പറയുമ്പം അടുത്ത റെസ്റ്റ് റൂം ഇരുന്നിട്ടും സാഗിയ വണ്ടി നിർത്താതെ പെട്ടെന്ന് അങ്ങ് പോകും. അതുകൊണ്ട് ഇനി ഒരു 100 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് പോകാന്ന് പറഞ്ഞ് അവൻ ടെയ്യങ്ങിനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം ഇവർ പിക്നിക്കിന് വരുമ്പോഴാണ് അവിടെ വെച്ചും സാഗിയ കിംബമിന്റെ പുറകെ തന്നെ ചെന്ന് അവൾ ചെയ്യുന്ന ജോലിയെല്ലാം അവൻ ഏറ്റെടുക്കും. പക്ഷെ അതൊക്കെ ചെയ്യാതെ അവനെല്ലാം ടെയ്യന്റെ കൊടുത്തിട്ട് വീണ്ടും അവളുടെ പുറകെ തന്നെ ചെന്നോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ടെയ്യങ്ങാണ് ഇവിടെ മൊത്തത്തിൽ കട്ടക്കലിപ്പിലുള്ള. അങ്ങനെ അവസാനം ക്യാമ്പൊക്കെ ഇട്ട് ഇവര് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് കിംബം വെയിലത്ത് കിടന്നുറങ്ങുന്നുണ്ട് സാഗി അടുത്തേക്ക് ഒന്ന് കൈ വെച്ചു കൊടുക്കും. അങ്ങനെ അവളെ തന്നെ നോക്കി ഇവനിങ്ങനെ നാണിച്ചിരിക്കുമ്പം അതേസമയം അവിടേക്ക് ഇരുന്ന ടെയ്യങ്ങും ഇവൻ ഇരിക്കാൻ പോകുന്ന സമയം നോക്കി അവൻ കസേര പിടിച്ച് മാറ്റിയിട്ട് അങ്ങ് പോകും. അങ്ങനെ അതുകൊണ്ട് ഇവൻ പടക്കമെന്ന് വീഴുന്ന ശബ്ദം കേട്ട് കിംബം എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഇവനാണ് വർക്കൗട്ട് ചെയ്യുന്ന പോലെ നാടകം കളിച്ച് പെട്ടെന്ന് ദേഷ്യത്തിൽ ടെയ്യാങ്ങിന്റെ പുറകെ ഓടി ചെല്ലും. അങ്ങനെ അതിനുശേഷം വീണ്ടും ഇവർ തമ്മിൽ തർക്കമാകുമ്പോഴാണ് ടെയ്യങ് മെയിൻ ഗിത്താറായിട്ട് ഞാനേ വായിക്കത്തുള്ളൂ എന്നറിയും. അതേസമയം സാഗിയും ലീഡറായിട്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി അളിയാന്ന് പറഞ്ഞ് ഒരു ശിവന് സഹിക്കാൻ വൈകി ഈ ബാൻഡിൽ നിന്ന് പുറത്തുപോകാൻ പറയും. അങ്ങനെ അതും പറഞ്ഞ് ഇവന്മാർ തമ്മിൽ വഴക്കായ ഉടനെ വീണ്ടും അവിടെ കിംബം ഓടി വന്ന് ഇവരെ മിണ്ടായിരിക്കാൻ വേണ്ടി പറയും. അതോടെ ടെയ്യങ് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് സാഗിയാണ് അവന് പോകാൻ സമ്മതിക്കാതെ ഇവർ തമ്മിൽ വീണ്ടും വഴക്കാകും. അങ്ങനെ അതിന്റെ ഇടയിൽ കിടന്ന് കിംബോമായിരിക്കും അവസാനം സ്ലിപ്പായി അവിടുത്തെ വെള്ളത്തിലേക്ക് വീഴുന്നത്. അതോടെ ഇവർ രണ്ടുപേരും പേടിച്ച് അപ്പം തന്നെ അവൾ രക്ഷിക്കാൻ വേണ്ടി പോകും. അങ്ങനെ അവസാനം വെള്ളത്തിൽ നിന്ന് സാഗി അവളെ പൊക്കിയെടുത്തോണ്ട് വരുമ്പോഴാണ് ഇവളുടെ വെയിറ്റ് സഹിക്കാൻ പറ്റാതെ അവന് പൊക്കാൻ പറ്റാതിരിക്കും. അപ്പോഴാണ് ടെയ്യങ് അവൾ പൊക്കിയെടുത്തോണ്ട് അവൻ പുറത്തേക്ക് ചെല്ലുന്നത്. ഇതേ സമയം ഇവരുടെ പുറകെ വരാൻ നോക്കിയ സാഗിയാണ് അവൻ ചെറുതായിട്ട് സ്ലിപ്പായി അവന്റെ കണ്ണ് ചെന്ന് അവിടുത്തെ കല്ലിനകത്തം കിടിക്കും. അങ്ങനെ അതുകൊണ്ട് അവന് മൊത്തത്തിൽ ആ കണ്ണ് ഓപ്പറേഷൻ ചെയ്യുന്ന സംഭവമൊക്കെ വന്ന് പേടിച്ചു പോകുമ്പം ഇത് കണ്ട് ജിന്നും അവനെ രക്ഷിക്കാൻ വേണ്ടി ഓടിയെത്തും. അതേസമയം ടെയ്യങ്ങും അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവനും പതിയെ ഇങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് സാഗിയാണ് ഓടി വന്ന് ഇവനെ പിടിച്ചങ്ങ് തള്ളിയിടും. കാരണം ടെയ്യങ് അവളും കിസ് ചെയ്യണ്ടെന്ന് അവൻ വിചാരിച്ച, പക്ഷെ ഇപ്പൊ ഇവനെ തള്ളിവിട്ട് ഇവർ തമ്മിൽ കിസ്സായി. അതുകൊണ്ട് ഇത് കണ്ട് എല്ലാവരും കൂടെ ഷോക്കായി പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.